അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ചിലപ്പോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പോ ഒരു പ്രസ് മീറ്റ് വിളിക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എനിക്ക് പറ്റിയ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലേറ്റായി ഗൈസ്, ഈ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി പോയി. കാരണം ഇത് നേരത്തെ നമ്മൾ ഫയൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ നേരത്തെ ആദ്യം ഡിഫേമേഷന് പോകേണ്ട ആൾ ഞാനായിരുന്നു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്താ പ്രഭാകരന് പേടിയുണ്ടോ? പേടിയുടെ അല്ലല്ലോ. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് എല്ലാ രീതിയിലും വിത്ത് സോളിഡ് പ്രൂഫ്സ് നമ്മൾ മുമ്പോട്ടേക്ക് പോകും. ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഈ നാട്ടിൽ കോടതിക്കും പോലീസിന് ക്ഷാമമൊന്നുമില്ലല്ലോ. നിന്നെ അവന്മാരെ ഞാൻ കോടതി. അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ കേസെടുത്ത് പോലീസ്. അവനെ നമ്മൾ അടപാടല പൂട്ടും. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് IT നിയമപ്രകാരം കേസെടുത്തത്. സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ ലൈവ് സ്ട്രീം ചെയ്തുവെന്നാണ് FIR-ൽ പറയുന്നത്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ. ഇതിനു മുൻപും തൊപ്പിക്കെതിരെ ആദ്യമായിട്ടല്ല പോലീസ് കേസെടുക്കുന്നത്. ഇതിനു മുൻപും പലതരത്തിൽ ലഹരി ഉപയോഗത്തിനടക്കം തൊപ്പിക്കെതിരെ, തൊപ്പി എന്ന നിഹാദിനെതിരെ പലതവണ പോലീസിന് കേസെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അലവലാതി അല്ലെങ്കിൽ അശ്ലീല വീഡിയോ ലൈവായാണ് സ്ട്രീം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിനെതിരെ ലഭിച്ചിട്ടുള്ള പ്രധാനമായ തെളിവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സമാധാനമായല്ലോ. എനിക്ക് പ്രശ്നം വയ്യ, എനിക്ക് ഞാൻ വല്ല കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കീഴടങ്ങാൻ പോവുകയാണ്. IT വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കേസാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, കുട്ടിയും പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി. താങ്ക്സ്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും